ഇനി ജാഗ്രത. കയർ ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്ന ജോളി മധുവിനെ മേലുദ്യോഗസ്ഥർ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിയാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ക്യാൻസർ അതിജീവിതയായ ജോളിയെ ചട്ടവിരുദ്ധമായാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കയർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം കയർ ബോർഡിലെ 4 പേർക്കെതിരെ കുടുംബം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജോളിയുടെ സംസ്കാരം ഇതിനിടെ ഇന്ന് നടക്കും. 2024 ഓഗസ്റ്റ് മാസം 19-നാണ് ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രിയിലേക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് ജോളിക്ക് കിട്ടുന്നത്. തുടർന്ന് സ്ഥലംമാറ്റത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജോളി അപേക്ഷ നൽകി. ക്യാൻസർ അതിജീവിതയാണെന്നും 2016 മുതൽ ചികിത്സയിലാണെന്നും ആജീവനാന്തം ചികിത്സ വേണമെന്നും സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതമായിരുന്നു അപേക്ഷ. മെഡിക്കൽ ലീവിനും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. ക്യാൻസറോ ഹൃദ്രോഗമോ പോലെയുള്ള രോഗങ്ങളുള്ളവരെ സ്ഥലം മാറ്റരുതെന്നാണ് കയർ ബോർഡിന്റെ ബൈലോ അനുശാസിക്കുന്നത്. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ എടുക്കുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലറൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കയർ ബോർഡിലെ ജീവനക്കാർക്ക് ഇനിയെങ്കിലും ഇത്തരം ദുരനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ തുറന്നു പറയുന്നതെന്നും ജോസഫ് പറയുന്നു. സെപ്റ്റംബർ 14 മുതൽ ജോളിയുടെ ശമ്പളവും തടഞ്ഞുവെച്ചു. ജോളിയെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തടഞ്ഞുവെച്ചിരിക്കുന്ന 5 മാസത്തെ ശമ്പളം നൽകിയത്. തനിക്ക് ചെയർമാനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ലെന്നും തനിക്കെതിരെയുള്ള നടപടി ജോലിസ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനത്തിന് ഉദാഹരണമാണെന്നും ജോളി എഴുതി വെച്ചിരുന്നു. ആ കത്ത് അപൂർണമാണ്. ഈ സാഹചര്യം തന്റെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാണെന്നും ജോളി കത്തിൽ പറയുന്നു. കടുത്ത മാനസിക പീഡനങ്ങളാണ് ജോളി അനുഭവിച്ചതെന്നും നിരവധി പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും സഹോദരൻ MP മൈക്കിൾ. അതും തീർച്ചയായിട്ടും മെന്റൽ സ്ട്രെസ് കൊണ്ടാണ് ജോളി മധു മരിച്ചത്. ഞങ്ങൾക്കൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെയാണിത് കോസ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആണ് ഞങ്ങൾക്ക് വളരെ സംശയമായിട്ട് തോന്നിയത്. ഞങ്ങളിവിടേക്ക് ഇടയ്ക്ക് പറയും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഒരു സമയത്ത് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ രാജമുദ്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫർ ഓർഡർ വിത്ഡ്രോ ചെയ്യുന്നില്ല, മാസങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പോയി ശമ്പളം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശമ്പളമില്ലാതെയാണ് ജോലി മധു കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കയർ ബോർഡ് ചെയർമാൻ വിപുൽ ഗോയൽ, മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, പ്രസാദ് കുമാർ, അബ്രഹാം CU എന്നിവർക്കെതിരെയാണ് പരാതി. അതേസമയം ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിനായി MSME 3-അംഗ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നവംബറിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ കേരളത്തിലെത്തിയപ്പോൾ ജോളി പരാതിയുമായി മന്ത്രിയെ കണ്ടിരുന്നെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. കയർ ബോർഡ് ജീവനക്കാരിയായിരുന്ന ജോളി മധു ജോളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും ജോളി കത്തിൽ പറയുന്നുണ്ട്. ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്ന് കത്തിൽ ജോളി പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാവുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുന്നത് സമ്മർദ്ദം കൂടുമ്പോഴാണ്, പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്. ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം അവർ അനുഭവിച്ചിരുന്നു. ഈ കത്ത് എഴുതി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കത്തിലും അവർ പറയുന്നത് അവർക്ക് നേരിട്ട മാനസിക പ്രയാസങ്ങളെക്കുറിച്ചാണ്. അതായത് കുടുംബവും അവരും ഉന്നയിച്ചതുപോലെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ തൊഴിലിടത്തെ നിരന്തരമായ പീഡനങ്ങളുമാണ് അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്കും തുടർന്ന് മരണത്തിലേക്കും ജോളി എത്തിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ശ്രീജ, അത് തന്നെയാണ് കാരണം. ഇപ്പോൾ നമ്മൾ ഈ ആ കത്തിൻ്റെ വളരെ കുറച്ച് വരികളേ ഉള്ളൂ. അതിലൂടെ പോകുമ്പോഴെല്ലാം നമുക്ക് വളരെ നേർചിത്രമാണ്. അതൊരു അവസാന മൊഴി എന്നെല്ലാം തന്നെ പറയുന്നത് പോലെ തന്നെ, ഒരു ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപൂർണമായി അവസാനിക്കുന്ന ആ വരികളും ആ കത്തും. ഇതെല്ലാം അതിനിടയിലാണ് ഇത് കത്ത് പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവരവിടെ കൊഴിഞ്ഞു വീഴുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ആ കത്തിൻ്റെ ഒരു ഫോട്ടോയാണത്. ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ചെയർമാനോട്, മേലുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ഭയമാണ് എന്ന ആ കത്തിൽ അവർ കുറിച്ചിട്ടുണ്ട്. ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനം, അതിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. വളരെ ചുരുക്കം വരികളിൽ അവർ വ്യക്തമാക്കുന്നത് താൻ എത്രമാത്രം സംഘർഷം അവിടെ അനുഭവിച്ചിരുന്നു, എത്രമാത്രം പീഡനങ്ങളിലൂടെ, മാനസിക പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നു പോയത്, എന്തൊരവസ്ഥയായിരുന്നു ആ ഓഫീസിനകത്ത് എന്നെല്ലാം തന്നെ ചുരുങ്ങിയ വരികളിലൂടെ അവർ അത് പറഞ്ഞു വെക്കുന്നു. അപൂർണമാണ് ആ വരികളെങ്കിലും അതിലുള്ള ആശയങ്ങൾ പൂർണ്ണമാണ്. എത്രമാത്രം അവിടെ ദുരവസ്ഥ അവർ നേരിട്ടിരുന്നു എന്നത്, മാനസിക പീഡനങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ളതാണ് ആ വരികളും കത്തുമെല്ലാം തന്നെ. എന്തായാലും ഇത് സംബന്ധിയായ കാര്യത്തിന് MSME അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 3 അംഗ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് കാര്യമില്ല, കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണമാണ്. ഇപ്പോൾ നമുക്ക് ഈ കത്തിൽ ആ വരികളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ചെയർമാൻ അടക്കമുള്ളവർക്കെല്ലാം എതിരെ തന്നെയാണ് അവരുടെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നതെന്നാണ്. അവർക്കെതിരെയാണ് ഇവർക്ക് പറയുവാനുണ്ടായതും. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3 അംഗ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ തെളിവെടുപ്പിന് അടക്കം ചെയ്യേണ്ടതെല്ലാം അവർക്കെതിരെയാണ്. പക്ഷേ അതെത്രമാത്രം സാധ്യമാകുമെന്ന് കുടുംബത്തിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് മേലുദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരു സ്വതന്ത്രമായ ഒരു സമിതിക്കാണ് നൽകേണ്ടതെന്ന് അവർ പറയുന്നു. അവർക്ക് മാത്രമേ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, അതിനെ ആ രീതിയിലാണ് അവർ കാണുന്നതെങ്കിൽ അതിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘത്തെയാണ് നിയോഗിക്കേണ്ടത്, സമിതിയാണ് നിയോഗിക്കേണ്ടത് എന്നവർ പറയുന്നു. പുറമേ നിന്നുള്ളൊരു ബോർഡിനും പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം, അല്ലെങ്കിൽ മന്ത്രാലയത്തിന് പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം ഇത് അന്വേഷിക്കണം. അവർക്ക് സ്വതന്ത്ര അധികാരങ്ങളില്ലെങ്കിൽ ഒരു നടപടിക്കും ശുപാർശ ചെയ്യാൻ പോലും കഴിയുകയില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായിരുന്നു. ഇന്ന് ഇടതുപക്ഷ സംഘടനകളുടെ മാർച്ച് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പ്രതിഷേധത്തിൻ്റെ ഒരു നിലമായിട്ടത് മാറിയിട്ടുണ്ട്. കാരണം പ്രതിഷേധിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് കാർബോർഡിനകത്തുണ്ടായിരുന്നത്. ഒരു ക്യാൻസർ അതിജീവിത അവരെയാണ് ഈ രീതിയിലുള്ളൊരു മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടത്. അതും ഓഫീസിനകത്തുണ്ടായിരുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവർക്ക് ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്. അവരുടെ രോഗാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആ ബൈലോ ലംഘിച്ചാണ് ആ സ്ഥലം മാറ്റം പോലും നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. ഇന്നാണ് ജോളി മധുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫറോന പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള കുടുംബത്തിൻ്റെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. കാരണം അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഓഫീസിനകത്തുണ്ടായിരുന്ന ഇത്തരം മാനസിക സംഘർഷങ്ങളുടെ പേരിൽ ഒരു അനീതിയെ എതിർത്തതിൻ്റെ പേരിലാണ് ഇത് അത്രയും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോട്ടയത്ത് നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ നടപടി. 3-ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ സസ്പെൻഡ് ചെയ്തു. 5 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, റാഗിംഗ് എന്ന പേരിൽ അതിക്രൂരമായ പീഡനം, അതും മാസങ്ങളായി തുടരുന്ന പീഡനം, ഇത് ഇത്രയും വൈകിയത് എന്താണ് ഈ സംഭവങ്ങൾ പുറത്തെത്താൻ? കുട്ടികൾ പരാതി നൽകിയില്ല. കുട്ടികൾ ആരോടും അങ്ങനെ ഒരു വലിയ പ്രശ്നമായി, അതായത് ഒരു പരാതിയായി നൽകിയില്ല എന്നുള്ളതാണ്. അവർ പരമാവധി സഹിച്ചു. സാധാരണ പല കോളേജുകളിലും ഈ റാഗിംഗ് എന്നുള്ള പേരിലൊക്കെ നടക്കുന്നുണ്ട്. പല കുട്ടികളും പക്ഷേ ഇത് സഹിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് സഹിക്കാനാകുന്നതിനൊക്കെ അപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് ശരീരത്തെ മുറിവുകൾ ഉണ്ടാക്കുക, അവിടെ ലോഷൻ പുരട്ടി മുറിവുണ്ടാകുമ്പോൾ തന്നെ ആ വേദന ഇവർക്കുണ്ടാകുന്നത് കണ്ടു രസിക്കുക, അതിനുശേഷം കരഞ്ഞാൽ വായിൽ മറ്റേ ക്രീമുകൾ തേക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള
പീഡനങ്ങൾ, ഈ ഡംബൽ പോലെയുള്ള ഉപകരണങ്ങൾ അത് ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കുക, ഇങ്ങനെ ക്രൂരമായ രീതിയിലുള്ള ഒരു ലൈംഗിക വൈകൃതം കൂടി ഉൾപ്പെടുന്ന ഒരു പീഡനം ആണ് നടന്നത്. ഇതാണ് ഒടുവിൽ പ്രിൻസിപ്പലിന്റെ മുന്നിലെത്തുകയും ഒടുവിൽ ഞാനിപ്പോഴീ നിൽക്കുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകുകയും ചെയ്തത്. ഇന്നലെ ഈ 3 കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഈ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 പേരും ഇപ്പോൾ ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളായ വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ഒപ്പം തന്നെ ജീവൻ, സാമുവൽ ജോൺ, ഇത്രയും പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ 11 മണിക്ക് ശേഷമായിരിക്കും അവരെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ക്രൂരമായ പീഡനം, അതിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നത് ഒരു പരിധിവരെ ആശ്വാസമാണ്. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. പാതി വില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് മറ്റൊരു വലിയ തട്ടിപ്പിനാണ്. കാർ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്താൻ. പാതി വിലയ്ക്ക് ഇലക്ട്രിക് കാർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താനാണ് സംഘം പദ്ധതിയിട്ടത്. ഇത് സംബന്ധിച്ച ആലോചനകൾ നടക്കുന്നതിനിടെയാണ് അനന്തകൃഷ്ണൻ അറസ്റ്റിലാവുന്നത്. ഇയാളുടെ ജീവനക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് നിർണായകമായ സൂചന ലഭിച്ചതായി അനന്തകൃഷ്ണന്റെ അയൽവാസിയും അഭിഭാഷകനുമായ എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. പരാതികൾ പരിശോധിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടും പരിശോധിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇതുവരെ കേരളം കണ്ട തട്ടിപ്പുകൾ പോലെ അല്ല ഇത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും കുഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ചങ്ങലക്കണ്ണികൾ നീണ്ടിട്ടുണ്ട്. അതാത് സ്ഥലത്തെ വിശ്വാസ്യതയുള്ള ഏജൻസികളാണ് പലരും കുടുങ്ങിപ്പോയിട്ടുള്ളത്. അതായത് പണം പോയവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ട് കുരുക്കിലായവരുണ്ട്, ഇതിന് നടുവിൽ നിന്നവരുണ്ട്. അങ്ങനെ ഇത് വിപുലമാണ്. ഈ സാക്ഷികളും അല്ലെങ്കിൽ ഇരകളും ഉൾപ്പെടുന്ന പട്ടിക. ഇവരെ എങ്ങനെ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ? ശ്രീജ, അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ്. കാരണം പരാതികളുടെ ഒരു പ്രളയമാണ്. ഇതിപ്പോൾ ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പെടുന്നു എന്ന പോലീസുകാർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ പരാതികൾ വരുന്നത്. ഓരോ പഞ്ചായത്തിലും അതിനും താഴെയും എല്ലാം തന്നെ പരാതികൾ കേന്ദ്രീകരിക്കുകയാണ്. നിരവധിയായ പരാതികൾ വരുന്നു. ഇന്നലെ മാത്രമായിട്ട് സംസ്ഥാനത്ത് ഏതാണ്ട് 500ഓളം പരാതികളാണ് ഇന്നലെ വന്നു എന്ന് പറഞ്ഞാൽ 480-ലധികം പരാതികൾ ഇന്നലെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 34 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കേസുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവിധ പരാതികൾ ക്രോഡീകരിച്ച് വന്നിട്ടുള്ളതാണ്. കാരണം സമാന സ്വഭാവമുള്ള പരാതികൾ പലതും ഒന്നാക്കി മാറ്റിക്കൊണ്ടാണ് പലയിടത്തും തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ കേസുകളുടെ എണ്ണം ഇനി കൂടിയേക്കാം. ഈ വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേസുകൾ കൂടുതലാണ് വരുന്നത്. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചൊരു കാര്യം പോലെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ ഇതിൽ ചിലരെങ്കിലും പെട്ടുപോയിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ നല്ല മുഖം ഉപയോഗിച്ച് സൽപ്പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ പലയിടത്തും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് എറണാകുളത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള കിഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സാമൂഹ്യ സംഘടനയാണ്. അതിൽ അവരെ വലിയ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സ്ത്രീ ശാക്തീകരണം, സമൂഹത്തിൻ്റെ വിവിധ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ചെയ്യുന്നവരാണ്. കളമശ്ശേരി രാജഗിരിയുടെ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ ഭാഗവാക്കുകളാക്കി ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ഇടനിലക്കാരായിരുന്നത് അല്ലെങ്കിൽ അതിലേക്ക് ഒരു കണക്ട് ചെയ്യിപ്പിച്ചത് ഈ ആനന്ദ് കുമാറാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനും ഈ സായിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലും. അപ്പോൾ ഇവരെല്ലാം ഇതിൽ കൂട്ടിയിണക്കപ്പെടുന്നു.
അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കിഡ്സ് നൽകിയ പരാതിയുണ്ട്, അതോടൊപ്പം തന്നെ ഔട്ട്റീച്ച് നൽകിയ പരാതിയുണ്ട്. ഇവർക്കെതിരെയും പരാതി വരുന്നു. ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെയും ഇവരെ പണമടച്ചു, അവർക്ക് നൽകുന്നത് ചെറിയൊരു ഫീസിനത്തിലൊരു തുകയാണ്. അപ്പോൾ ഇവർക്കെതിരെയും ഈ പരാതി വന്നിരിക്കുന്നു. തട്ടിപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ആഴം ഇപ്പോഴാണ് ഇവർക്കും മനസ്സിലാക്കുന്നത്. തങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്ന പല ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളും തിരിച്ചറിയുന്നു എന്നതാണ്. അപ്പോൾ അവർ തിരിച്ചും പരാതി നൽകുന്ന ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനിയിപ്പോൾ ഇവരെല്ലാം തന്നെ മൊഴിയെടുപ്പ് അടക്കമുള്ള അതിസങ്കീർണമായ നടപടികൾ ഇനിയും അവശേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം കൃത്യമായ വിവരശേഖരണം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒപ്പം EDയും ഈ അന്വേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ED ഇതിൽ അന്വേഷണത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ആളുകൾക്ക് ആശ്വസിക്കാവുന്നൊരു ഘടകമെന്ന് പറയുന്നത് ഇതിൽ അവർക്ക് ഇവരുടെ സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അവർക്ക് ആ രീതിയിലേക്ക് ഇത് ഈടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ പക്ഷെ അതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള കുറേയധികം ചെന്നിട്ടുള്ള ഒരു പ്രോസസ്സിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്തായാലും ആ രീതിയിൽ EDയും ഈ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് പുറകെ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ളൊരു പണം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ നമ്മളിന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് EV കാറുകളിലേക്ക് കൂടി നീങ്ങാനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്ന അഡ്വക്കേറ്റ് പറയുന്ന രാജസിംഹൻ പറയുന്നത് ഈ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഇതുകൊണ്ടൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാരണം മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ആ തീരുമാനമുണ്ടായിരുന്നത്. ആ രീതിയിൽ കാറുകളിലേക്ക് കടക്കുക, കുറേ കൂടി സമ്പന്നരെ ഇതിൽ ലക്ഷ്യമിടുക, മധ്യവർത്തികളെ വിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുക, അങ്ങനെ വിശാലമായ രീതിയിലേക്ക് ആ തട്ടിപ്പിൻ്റെ ഒരു ഇടം ഒരുക്കിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ കണക്കുകൂട്ടൽ എവിടേക്കോ പിഴച്ചു. ഏതായാലും അതിൻ്റെ അനന്തരഫലം ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് അടക്കം കടക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വലിയൊരു തട്ടിപ്പ്, ഇപ്പോൾ കണ്ടതിനേക്കാൾ വലിയ തട്ടിപ്പിലേക്ക് പോകാനായിരുന്നു ഈ സംഘത്തിൻ്റെ പദ്ധതി. പക്ഷേ അതിനു മുൻപാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്.